അല്ലാഹു എന്നത് ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഒരാൾ ചൊല്ലി മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. പക്ഷെ അധികം ആളുകളും അശ്രദ്ധ കൊണ്ട് തന്നെ അല്ലാഹ് എന്ന് പറയുന്നത് നാവ് പല്ലിൽ തട്ടിയിട്ട് അല്ലാ എന്ന രൂപത്തിലാണ്. അല്ലാ അത് തെറ്റാണ്, ശരിയല്ല. അല്ലാഹു എന്നത് പറയേണ്ടത് എങ്ങനെ എന്നത് ചെറിയ രൂപത്തിൽ ഞാൻ വിശദീകരിക്കുകയാണ്. അല്ലാഹ് എന്നത് യഥാർത്ഥത്തിൽ അല്ലാഹ് ലാ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. ലാ എന്ന് പറയുന്നത് മേലെ മുൻപല്ലിന്റെ ഊന്, മൊരട്ടിലല്ല, അത് ചകരം മേലെ ഊനിലായിട്ട് ലാ പറയുന്നു. അവിടെ തന്നെ തഫ്ഹീമാക്കിക്കൊണ്ടാണ് നമ്മൾ അല്ലാഹ് എന്ന് പറയേണ്ടത്. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഹാ അതിലുണ്ടെങ്കിലാണ് അത് യഥാർത്ഥമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാഹ് ഒരു ചെറിയൊരു നീട്ടലും കൂടെ അത്യാവശ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ചില ആളുകൾക്ക് ലാ കഴിഞ്ഞ് ഈ എന്നാവാൻ സാധ്യതയുണ്ട്. ചായയിലെ യാ ഈ എന്നാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, അത് തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹ് അവസാനം ഹാ ഉണ്ടായിരിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ദിക്ർ ശരിയാവുകയില്ല, നിസ്കാരം ശരിയാവുകയില്ല, നമുക്ക് ഒന്നും തന്നെ അമലുകള് കബൂലാവാതെ വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പഠിക്കാൻ, കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.